ഹലോ ഫ്യൂച്ചർ ഡോക്ടേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൈക്രോബയോളജിയിലെ വൈറസസിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. എന്ന് വെച്ചാൽ കൾട്ടിവേഷൻ ഓഫ് വൈറസസ്. കൾട്ടിവേഷൻ ഓഫ് വൈറസസ് എന്ന് വെച്ചാൽ എന്താണ്, എങ്ങനെയാണ് നമ്മൾ വൈറസസിനെ കൾട്ടിവേറ്റ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ വൈറസ് എന്ന് പറയുന്നത് ഒരു ഒബ്ലിക്കേറ്റ് ആയിട്ടുള്ള ഇൻട്രാസെല്ലുലാർ ആയിട്ടുള്ള പാരസൈറ്റ്സ് ആണ് വൈറസസ്. ഈ വൈറസസിനെ നമുക്ക് ഇൻആനിമേറ്റ് ആയിട്ടുള്ള കൾച്ചർ മീഡിയ എന്ന് വെച്ചാൽ ജീവനില്ലാത്ത ഒരു കൾച്ചർ മീഡിയയിൽ വെച്ച് നമുക്ക് അവരെ ഗ്രോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ വൈറസസിനെ നമ്മൾ 3 മെത്തേഡ് വഴിയാണ് കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 3 മെത്തേഡ്സ് ആണ്. ഒന്ന്, ഇനോക്കുലേഷൻ ഇൻ ടു ആനിമൽസ് എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ ഈ ആനിമൽസിലേക്ക് കുത്തിവെപ്പ്, അതിനാണ് നമ്മൾ എന്ത് പറയണത്, ഇനോക്കുലേഷൻ ഇൻ ടു ആനിമൽസ്. അടുത്തത് എംബ്രിയോണേറ്റഡ് എഗ്സും അതുപോലെ ടിഷ്യൂ കൾച്ചർ. അതാണ് 3 മെത്തേഡ്സ് ഫോർ കൾട്ടിവേഷൻ ഓഫ് വൈറസസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ആനിമൽ ഇനോക്കുലേഷൻ എന്നതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ആനിമൽ ഇനോക്കുലേഷൻ? ഞാൻ പറഞ്ഞതുപോലെ ആനിമൽസിലേക്കുള്ള കുത്തിവെപ്പിനെയാണ് നമ്മൾ ആനിമൽ ഇനോക്കുലേഷൻ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് വളരെ പണ്ടുള്ള ഒരു മെത്തേഡാണ്, ഏർലിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡാണ്. എന്ത് മെത്തേഡാണ്? കൾട്ടിവേഷൻ ഓഫ് വൈറസസ് കോസിങ് ഹ്യൂമൻ ഡിസീസസ്. അപ്പോൾ ഹ്യൂമൻ ഡിസീസസിന് കാരണമാകുന്ന വൈറസുകളെ കൾട്ടിവേറ്റ് ചെയ്യുന്ന ഒരു പഴയ മെത്തേഡിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആനിമൽ ഇനോക്കുലേഷൻ എന്ന് പറയുന്നത്. 1909 ലാൻഡ്സ്റ്റീനേഴ്സ് ആൻഡ് പോപ്പർ എന്ന് പറയുന്ന 2 സയൻറ്റിസ്റ്റുകൾ അവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ മങ്കീസിനെ യൂസ് ചെയ്തു. എന്തിനാ മങ്കീസിനെ യൂസ് ചെയ്തെന്ന് പറഞ്ഞാൽ ഫോർ ദ ഐസൊലേഷൻ ഓഫ് പോളിയോ വൈറസ്. എന്തിനാണ്? പോളിയോ വൈറസസിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് 1909 ഈ പറഞ്ഞ ലാൻഡ്സ്റ്റീനേഴ്സും പോപ്പറും മങ്കീസിനെ യൂസ് ചെയ്തു. പക്ഷെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഡ്യൂ ടു ദ കോസ്റ്റ് ആൻഡ് റിസ്ക് ഓഫ് ഹാൻഡ്ലേഴ്സ് എന്ന് വെച്ചാൽ അവരുടെ കോസ്റ്റ് കാരണം അതുപോലെ കൺട്രോൾ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കാരണം മങ്കീസിനെ പിന്നീട് വൈറോളജിയിൽ യൂസ് ചെയ്യാൻ പറ്റിയില്ല. അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് 1903 ആര് വന്നു? ടെയ്ലർ എന്ന് പറയുന്ന ഒരു സയൻറ്റിസ്റ്റ് വന്നു. ആൻഡ് അദ്ദേഹം എന്താ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ വൈറ്റ് മൈസിനെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഈ വൈറ്റ് മൈസിൻ്റെ യൂസ് സ്കോപ്പ് ഓഫ് ആനിമൽ ഇനോക്കുലേഷൻ എക്സ്റ്റെൻഡ് ചെയ്തു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ മൈസ് ആർ സ്റ്റിൽ ദ മോസ്റ്റ് വൈഡ്ലി എംപ്ലോയ്ഡ് ആനിമൽസ് ഇൻ വൈറോളജി. ഇപ്പോഴും വൈറോളജിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ആനിമലാണ് മൈസ് എന്ന് പറയുന്നത്. ഇൻഫാൻറ്റ് മൈസസ് പറഞ്ഞാൽ മിൽക്ക് ഡ്രിങ്ക് ചെയ്യുന്ന മൈസസ് ഉണ്ടായിരിക്കുമല്ലോ, പാല് കുടിക്കുന്ന മൈസസ് ഉണ്ടാവുമല്ലോ, ആ മൈസസ് എന്ന് പറയുന്നത് ആർ വെരി സസെപ്റ്റബിൾ ടു കോക്സാക്കി ആൻഡ് ആർബോ വൈറസ്. കോക്സാക്കി ആൻഡ് ആർബോ വൈറസസിന് വിധേയമാണ് ഇൻഫാൻറ്റ് സക്കിംഗ് ആയിട്ടുള്ള വൈറസസ് എന്നാണ് പറയണത്. അതാണ് സസെപ്റ്റബിൾ ടു കോക്സാക്കി ആൻഡ് ആർബോ വൈറസസ് ആർ ദേ ആർ മോർ പ്രോൺ ടു കോക്സാക്കി ആൻഡ് ആർബോ വൈറസ് എന്നതാണ് അതിൻ്റെ അർത്ഥം. പിന്നെ പറയുന്നത് മൈസിലെ നമ്മൾ എങ്ങനെയാണ് ഇനോക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മൈസിലേക്ക് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ സെവറൽ റൂട്ട്സ് വഴിയായിരിക്കും. അപ്പോൾ ഏതൊക്കെ റൂട്ട്സ് ആണെന്ന് വെച്ചാൽ ഇൻട്രാ സെറിബ്രലും സബ് ക്യൂട്ടേനിയസും ഇൻട്രാ പെരിട്ടോണിയൽ ആൻഡ് ഇൻട്രാനേസൽ. അപ്പോൾ ഈ വഴികളിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനോക്കുലേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഗിനി പിഗ്സിലും റാബിറ്റ്സിലേക്കും നമ്മൾ ഈ ഒരു ഇനോക്കുലേഷൻ ഓഫ് ആനിമൽസിന് വേണ്ടിയിട്ട് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിനി പിഗ്സിനെയും റാബിറ്റ്സിനെയും യൂസ് ചെയ്തു എന്നാണ് പറയണത്. പിന്നെ ദ ഗ്രോത്ത് ഓഫ് വൈറസ് ഇൻ ഇനോക്കുലേറ്റഡ് ആനിമൽസ് മേ ബി ഇൻഡിക്കേറ്റഡ് ബൈ ഡെത്ത്, ഡിസീസ് ഓർ വിസിബിൾ ലെസിയൻസ്. എന്ന് വെച്ചാൽ ഈ വൈറസുകളുടെ ഗ്രോത്ത് ഇനോക്കുലേറ്റഡ് ആനിമൽസ് ഉണ്ടല്ലോ, അപ്പോൾ അവരിൽ ഈ ഗ്രോത്ത് ഓഫ് വൈറസ് എങ്ങനെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ എങ്ങനെയാണ്, ഒന്നെങ്കിൽ അവരുടെ ഡെത്ത്, ഡിസീസ് അല്ലെങ്കിൽ വിസിബിൾ ആയിട്ടുള്ള ലെസിയൻസ്. അപ്പോൾ ഈ 3 കാരണങ്ങളിലൂടെയാണ് നമുക്ക് അവരുടെ ഗ്രോത്ത് ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പാക്കാൻ പറ്റുന്നത്. ആനിമൽ ഇനോക്കുലേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ് ഫോർ ദ സ്റ്റഡി ഓഫ് പാത്തോജനസിസ്, ഇമ്മ്യൂൺ റെസ്പോൺസ് ആൻഡ് എപ്പിഡെമിയോളജി. ഈ 3 കാരണങ്ങൾക്ക് വേണ്ടിയാണ് ആനിമൽ ഇനോക്കുലേഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കൾട്ടിവേഷൻ മെത്തേഡായിട്ടുള്ള ഇനോക്കുലേഷൻ ഇൻ ടു ആനിമൽസ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് എംബ്രിയോണേറ്റഡ് എഗ്. എംബ്രിയോണേറ്റഡ് എഗ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എംബ്രിയോണേറ്റഡ് ചെയ്തിട്ടുള്ള ഹെന്നിൻ്റെ എഗ്ഗിനെ നമ്മൾ എന്തിനു യൂസ് ചെയ്തു, വൈറസസിൻ്റെ കൾട്ടിവേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. ഇത് ആരാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ഗുഡ് പാസ്റ്റർ. അപ്പോൾ എന്താണ്, എംബ്രിയോണേറ്റഡ് ഹെൻസ് എഗ് വാസ് ഫസ്റ്റ് യൂസ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് വൈറസസ് ബൈ ഗുഡ് പാസ്റ്റർ ഇൻ ദ ഇയർ 1931. അതാണ് എംബ്രിയോണേറ്റഡ് എഗ്സ്. ഈ എംബ്രിയോണേറ്റഡ് ആയുള്ള എഗ്സ് എന്ത് ചെയ്യും, ഓഫർ ചെയ്യും സെവറൽ സൈറ്റ് ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് വൈറസുകളുടെ കൾട്ടിവേഷന് വേണ്ടിയിട്ട് സെവറൽ ആയുള്ള സൈറ്റ്സുകളെ അവരെന്ത് ചെയ്യും, ഓഫർ ചെയ്യും എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പോൾ ഇനോക്കുലേഷൻ ഓൺ ദ കോറിയോ അലക്ട്രോണിക് മെംബ്രെയിൻ. അപ്പോൾ ഒരു മെംബ്രെയിനാണ് കോറിയോ അലക്ട്രോണിക് മെംബ്രെയിൻ അല്ലെങ്കിൽ CAM. അപ്പോൾ ഈ CAMലേക്ക് നമ്മൾ എന്താണ് ഇനോക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താ ഫോം ചെയ്യുന്നത്? നമ്മളെ ലെസിയൻസ് അല്ലെങ്കിൽ പോക്സ് എന്ന് വെച്ചാൽ മുറിവുകളാണ് അവർ ഫോം ചെയ്യുന്നത്. ഓരോ വൈറസുകൾക്കും വ്യത്യസ്തമായിട്ടുള്ള പോക്ക് മോർഫോളജി ആയിരിക്കും ഉണ്ടായിരിക്കുക. പോക്ക് ഫോമിങ് വൈറസസ് ഏതാണ്? വാരിയോളയും വാക്സിനിയുമാണ് എന്ത് പോക്ക് ഫോമിങ് വൈറസസ്. ഇനി നമ്മൾ അലക്ട്രോണിക് കാവിറ്റിയിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇൻഫ്ലുവൻസയുടെയും പാരാമിക്സോ വൈറസസിൻ്റെയും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഈൽഡാണ് നൽകുന്നത്, ഒരു വിളവ്. അപ്പോൾ ഇനോക്കുലേഷൻ ഇൻ ടു അലക്ട്രോണിക് കാവിറ്റി എന്താ നൽകുന്നത്? ഇൻഫ്ലുവൻസയുടെയും പാരാമിക്സോ വൈറസിൻ്റെയും മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഈൽഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ കോറിയോ അലക്ട്രോണിക് മെംബ്രെയിൻ അല്ലെങ്കിൽ CAMലേക്ക് നമ്മൾ ഇനോക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവരെന്താ ഫോം ചെയ്യുന്നത്? വിസിബിൾ ആയിട്ടുള്ള ലെസിയൻസ്, വിസിബിൾ ആയിട്ടുള്ള മുറിവുകൾ, അവയെ നമ്മൾ പോക്സ് എന്ന് പറയുന്നു. ഓരോ വൈറസുകൾക്കും ഓരോ തരത്തിലുള്ള പോക്ക് മോർഫോളജി ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇനി പോക്ക് ഫോമിങ് വൈറസസ് ഏതൊക്കെയാണ്? വാരിയോള ആൻഡ് വാക്സിനിയ. ഇനി നമ്മൾ അമ്നിയോട്ടിക് സാക്കിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ് ചെയ്യുന്നത്? പ്രൈമറി ഐസൊലേഷൻ ഓഫ് ഇൻഫ്ലുവൻസയുടെ പ്രൈമറി ആയിട്ടുള്ള ഐസൊലേഷനാണ് നൽകുന്നത് നമ്മൾ അമ്നിയോട്ടിക് സാക്കിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ. ഇനി യോക്ക് സാക്കിലേക്കുള്ള ഇനോക്കുലേഷൻ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ചില വൈറസുകളുടെ കൾട്ടിവേഷന് വേണ്ടിയിട്ട്. എക്സാമ്പിൾ ഏതാണ്? ക്ലമീഡിയ ആൻഡ് റിക്കറ്റ്സ്. ക്ലമീഡിയ റിക്കറ്റ്സ് എന്ന തരത്തിലുള്ള വൈറസുകളുടെ കൾട്ടിവേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ യോക്ക് സാക്കിലേക്ക് ഇനോക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അമ്നിയോട്ടിക് സാക്കിലേക്ക് നമ്മൾ എന്തിനാണ് ഇനോക്കുലേറ്റ് ചെയ്യുന്നത്? പ്രൈമറി ഐസൊലേഷൻ ഓഫ് ഇൻഫ്ലുവൻസയ്ക്ക് വേണ്ടിയിട്ടും യോക്ക് സാക്കിലേക്ക് എന്തിനാണ്? ചില വൈറസുകളുടെ കൾട്ടിവേഷന് വേണ്ടിയിട്ട്. എക്സാമ്പിൾ ക്ലമീഡിയ ആൻഡ് റിക്കറ്റ്സ്. ഈ എംബ്രിയോണേറ്റഡ് എഗ്ഗായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഡക്കിൻ്റെ എഗ്ഗിനായിരിക്കും. കാരണം അതിൻ്റെ സൈസ് ബിഗ്ഗർ ആയതുകൊണ്ടും അതുപോലെ തന്നെ അതിന് കുറച്ചും കൂടെ കൂടുതൽ ഇൻക്യുബേഷൻ ടൈം പീരിയഡ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഡക്കിൻ്റെ എഗ്ഗിന് ഹെന്നിൻ്റെ എഗ്ഗിന് പകരമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മെയിനായിട്ട് കൾട്ടിവേഷൻ്റെ 2 മെത്തേഡ്സാണ് പഠിച്ചത്. ഒന്ന് ഇനോക്കുലേഷൻ ഇൻ ടു ആനിമൽസും അതുപോലെ തന്നെ എംബ്രിയോണേറ്റഡ് ആയിട്ടുള്ള എഗ്സും. അപ്പോൾ ബാക്കിയുള്ള കൾട്ടിവേഷൻ മെത്തേഡ്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.